Hi friends, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വാട്സാപ്പിലെ ഓഡിയോസ് എങ്ങനെ ഫയൽ മാനേജറിൽ ഡൗൺലോഡ് ചെയ്യാമെന്നതാണ്. നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഓഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് വോയിസ് മെസ്സേജ് ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അതൊന്ന് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മുകളിലായി ഒരു ഷെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അടിയിലായിട്ടൊരു പോപ്പപ്പ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്കിവിടെ സേവ് ടു ഡ്രൈവ് എന്ന് കാണാൻ സാധിക്കും. സേവ് ടു ഡ്രൈവ്. അപ്പോൾ ആ സേവ് ടു ഡ്രൈവ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ടു ഡ്രൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡോക്യുമെൻറ്റ് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് റീനെയിം ചെയ്യുക. ഞാനിപ്പോൾ ശരിക്കുള്ള പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ ഡെൽവിൻ INC എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇത് എൻ്റെ ചാനലിൻ്റെ പേരാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ റീനെയിം ചെയ്തിട്ടുണ്ട്. ഇനി അടിയിലായിട്ട് ഇവിടെ സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യുവർ വൺ ഫയൽ ഈസ് ബീങ് അപ്ലോഡഡ് ടു മൈ ഡ്രൈവ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ബാറിലാണ് ഇത് കാണാൻ സാധിക്കുക. അതില്ലെങ്കിൽ മൈ ഡ്രൈവ് ആപ്പിലും ഇത് കാണാൻ സാധിക്കും. അപ്പോൾ അപ്ലോഡഡ് വൺ ഫയൽ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് ലൊക്കേറ്റ് ഫയൽ എന്ന് അടിക്കുക. അപ്പോൾ നേരെ മൈ ഡ്രൈവിലേക്ക് പോവുകയാണ്. അത് ഷോർട്ട് കട്ടായിട്ട് അതിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓഡിയോ ഫ്രം ഡെൽവിൻ INC എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്കിവിടെ സൈഡിലായിട്ടൊരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഷെയർ, മാനേജ് പീപ്പിൾ ആൻഡ് ലിങ്ക്സ്, ആഡ് ടു സ്റ്റാർട്ട് അങ്ങനെ കുറേ കാണാൻ സാധിക്കും. പക്ഷേ അതൊന്നല്ല വേണ്ടേ, നമുക്ക് അടിയിൽ കുറച്ചുകൂടി അടിക്ക് പോയാൽ ഇവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡൗൺലോഡ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൺ ഐറ്റം വിൽ ബി ഡൗൺലോഡഡ്, സീ നോട്ടിഫിക്കേഷൻ ഫോർ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡഡ് വൺ ഫയൽ എന്നുള്ളത്. അപ്പോൾ ആ ഡൗൺലോഡഡ് വൺ ഫയൽ ലൊക്കേറ്റ് ഫയൽ അതിലും ഉണ്ടാവും ഒരു ലൊക്കേറ്റ് ഫയൽ. അപ്പോൾ അത് ഫയൽ മാനേജറിലേക്കാണ് പോവുക. മൈ ഫയൽസ് ആണ് എൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ ഫയൽ മാനേജർ ആവാം, ചിലപ്പോൾ ഫയൽസ് ആവാം, അങ്ങനെ പലതരത്തിലുള്ള ഫോണ്ട് ഇതാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് വൺസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ സാധനങ്ങളും കാണാൻ സാധിക്കും. അതിൽ നമുക്കിവിടെ എന്താണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തതിൻ്റെ പേര് ഓഡിയോ ഫ്രം ഡെൽവിൻ INC എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അത് ഇപ്പോൾ കാണാൻ സാധിക്കും ഓഡിയോ ഫ്രം ഡെൽവിൻ INC .ogg അതാണ് ഫയലിൻ്റെ ഇത് ഫോർമാറ്റ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫയൽ മാനേജറിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ വാട്സപ്പ് വോയിസ് മെസ്സേജുകൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറയുന്നത് മൈ ഡ്രൈവ് എന്നാണ്. ഇത് കുറേ ഞാൻ വേറെ വീഡിയോസ് നോക്കിയപ്പോൾ അവർ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് കയറ്റുന്നത്. ഇത് വിത്തൗട്ട് ആപ്പാണ്. ഒരു ആപ്പിൻ്റെ സഹായം വേണ്ട. നിങ്ങളുടെ ഇതിൽ ഡ്രൈവ് ഉണ്ടായാൽ മതി. അതെല്ലാവരുടെയും ഫോണിലുണ്ടാവും. നിങ്ങൾക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. വാട്സപ്പിൽ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക.